അപ്പൊ പിള്ളേരെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ട് പിള്ളേരെ. അപ്പൊ ആ പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെയാ അടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ ജ്യൂസ് അടിക്കാൻ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ ജ്യൂസിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ജ്യൂസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഒരു പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ എടുത്തുക്കണം. പൈനാപ്പിൾ എടുക്കാണ്ട് പൈനാപ്പിൾ ഇല്ലാണ്ടും ജ്യൂസ് അടിക്കാൻ പറ്റൂല. പൈനാപ്പിൾ ജ്യൂസ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്. അപ്പൊ നമ്മള് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ കേട്ടോ പിള്ളേരെ. ഈ ആയുധം വെച്ചുള്ള കളിയാണ്. പ്രത്യേക സൂക്ഷ്യം കണ്ടൊക്കെ ചെയ്തില്ലെങ്കിൽ കൈയും കാലൊക്കെ മുറിഞ്ഞെന്നൊക്കെ വരും. പിള്ളേരെ നമുക്കിത് കട്ട് ചെയ്യാട്ടോ. നമ്മൾ അടിക്കാൻ പോവാട്ടോ ഈ സാധനം. അപ്പൊ പിള്ളേര് ജ്യൂസ് ഇച്ചിരിച്ച് അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. ഇതാണ് ജ്യൂസ് ഒഴിക്കണത്. ഒട്ടും വെള്ളം ചേർക്കാത്ത ജ്യൂസാണ് പിള്ളേര്. ജ്യൂസ് എല്ലാം കഴിഞ്ഞ സാധനങ്ങൾ എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു വെച്ചില്ലെങ്കിൽ ചിലപ്പോ ചിരവയ്ക്കോ മുട്ടിക്കോ ഒലയ്ക്കോ ഒക്കെ അടി കിട്ടിയെന്നൊക്കെ വരും. അപ്പൊ എടുത്ത സാധനം അടുക്കള കയറി തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വച്ചേക്കണം എന്നാണ് ഇവിടുത്തെ എന്താണ് പറയാ മുതലാളിച്ച് പറഞ്ഞേക്കുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ പിള്ളേരെ നമ്മുടെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുടിച്ചങ്ങോട്ട് നോക്കാം. ഭയങ്കര പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചും കേട്ടൊക്കെ വേണം മേടിച്ചടിച്ച്. അപ്പൊ ഇത് ഞാൻ കുടിച്ചു തീർക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.